നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് മുഴുവനായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യുക, അത് പ്രത്യേകം പ്ലേലിസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്, കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട അതിലെ സ്പെഷ്യൽ ടോപ്പിക്സിലെ മുഴുവൻ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ കണക്റ്റഡ് ഫാക്റ്റുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയാം. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ കഴിഞ്ഞാൽ നമ്മൾ CPOന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തില് മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്ര വയസ്സാവണം? മദ്യം ഉപയോഗിക്കണമെങ്കിൽ എത്രയാണ്? 18 ആണോ? അല്ലല്ലേ, എത്ര വയസ്സാണ്? 23 വയസ്സാണ്. അപ്പൊ 23 വയസ്സായാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? മദ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് 23 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? മദ്യം വിൽപ്പന ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു 2-3 സെക്ഷൻ നമുക്ക് പഠിച്ചിരിക്കണം. അതൊന്ന് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തേത് സെക്ഷൻ 15A ആണ്. സെക്ഷൻ 15A എന്താണ് പറയുന്നത്? സെക്ഷൻ 15A എന്ന് പറയുന്നത് ഈ 23 വയസ്സിന് താഴെയുള്ള ആൾക്കാര് മദ്യം ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 15A എന്ന് പറയുന്നത് അല്ലേ. അതായത് അവർ ഉപയോഗമാണ്, അതായത് സ്വയം ഉപയോഗിക്കുക അല്ലേ. 23 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നിയമവിരുദ്ധമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 15A എന്ന് പറയുന്നത്. ഇനി 15B ആണെങ്കിലോ? 15B ആണെങ്കിൽ 23 വയസ്സിന് താഴെയുള്ള ആൾക്ക് മദ്യം വിൽപ്പന ചെയ്താൽ അല്ലെ, ഇവിടെ വിൽപ്പന ചെയ്യാണ്, ഇയാൾ ഇവിടെ സ്വയം ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ആ 23 വയസ്സായിട്ടുള്ള ആൾക്ക് ആരെങ്കിലും എന്ത് ചെയ്യാം? മദ്യം വിൽപ്പന അല്ലെ, അല്ലെങ്കിൽ അവിടെ സെയിൽ നടത്തുക. അതിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ നിരോധനത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 15B എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് 15C അല്ലേ. സി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ക്ലാസ്സുകളിൽ. 15C വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. 15C എന്ന് പറഞ്ഞാൽ എന്താ? സി കോമൺ പ്ലേസ്. കോമൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുസ്ഥലം. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 15C ആണ് അല്ലെ. 15C എന്ന് പറഞ്ഞാൽ കോമൺ പ്ലേസ് ആണ്. അപ്പൊ പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ആണ് ഏത്? 15C. അപ്പൊ 15A എന്ന് പറഞ്ഞാൽ 23 വയസ്സിന് താഴെയുള്ള ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പാണ് 15A എന്ന് പറയുന്നത്. 15B ആണെങ്കിലോ 23 വയസ്സിന് താഴെയുള്ള ആൾക്ക് മദ്യം വിൽപ്പന ചെയ്യുന്നത് നിരോധിക്കുന്ന വകുപ്പാണ് 15Bയും. 15C ആണെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ ഏതാണത്? 15C ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിലും ശരി ഏത് അല്ലെ. അപ്പൊ ഏതാണ് ശരിയാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിലെ ഡ്രൈ ഡേയ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ ഡ്രൈ ഡേയ്സ് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഡ്രൈ ഡേയ്സ് ഏതൊക്കെയാണ് വരുന്നത്? അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് മദ്യശാലകൾ തുറന്ന് പ്രവർത്തിക്കാത്തത് അല്ലെ. ആ ദിവസം നമുക്ക് മദ്യഷോപ്പുകൾ അതുപോലെ തന്നെ ബാറുകളോ പോയി കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ അത് ഏതൊക്കെ ദിവസങ്ങളാണ്? ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഗാന്ധി ജയന്തിയാണ് അല്ലെ. നമുക്കറിയാം ഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ എന്താ? October 2 ആണ്. ചിലപ്പം ഓപ്ഷനിൽ ചിലപ്പോൾ October 2 എന്ന് കൊടുക്കും. അപ്പൊ October 2 എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധി ജയന്തിയാന്ന് മനസ്സിലാവണം അല്ലെ. അപ്പൊ October 2 അഥവാ ഗാന്ധി ജയന്തിന്റെ അന്ന് എന്തുണ്ടാവില്ല? മദ്യശാലകളൊന്നും തുറക്കില്ല. അതുപോലെ തന്നെയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം അല്ലെ. അതായത് ഗാന്ധിജി മരിച്ച ദിവസം എന്നാണ്? January 30 ആണ്. ഓർത്ത് വെച്ചേക്കണം, 31 അല്ല, January 30 അല്ലെ. വെടിയുണ്ട ഏറ്റിട്ടല്ലേ ഗാന്ധിജി മരിച്ചത്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. January 30 ആണ് എന്ത്? ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 2 ദിനങ്ങളാണ്. ഗാന്ധി ജയന്തി ഉണ്ട്, ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരാളാണ് ശ്രീനാരായണ ഗുരു അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ ജനിച്ച ദിവസവും അതുപോലെ തന്നെ സമാധി അല്ലെങ്കിൽ രക്തസാക്ഷിയായ ദിവസം ഉണ്ട് അല്ലെ. അപ്പൊ സമാധിയായ ദിവസം എന്നാണ്? ഡേറ്റ് ഒന്നും ചോദിക്കില്ല. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ശ്രീനാരായണ ഗുരു ജയന്തിയും അതുപോലെ തന്നെ സമാധിയും. ഈ 2 ദിവസങ്ങളിലും എന്തുണ്ടാവില്ല? മദ്യശാലകൾ തുറക്കില്ല, അല്ലെങ്കിൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ 2 വ്യക്തികളാണ് നമ്മൾ പറഞ്ഞത്, ഗാന്ധിജിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു. 2 ആൾക്കാരും ജനിച്ച ദിവസവും മരിച്ച ദിവസവും എന്തുണ്ടാവില്ല? മദ്യശാലകൾ തുറക്കില്ല. അതുപോലെ അടുത്തത് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് എന്ത് ഓപ്പൺ ആവില്ല?
ഈ ഒരു മദ്യശാലകളൊന്നും ഓപ്പൺ ചെയ്യൂല അല്ലേ. അതായത് പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുന്നേ. 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ, 2 ദിവസം അല്ലേ. അതായത് എപ്പോഴാണ് ആ പോളിംഗ് അവസാനിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള 48 മണിക്കൂറോളം എന്തുണ്ടാവില്ല, മദ്യശാലകളൊന്നും തുറക്കില്ല. അതുപോലെ തന്നെയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ട് വരുന്ന ദിവസം അല്ലെ, വോട്ടെണ്ണൽ ദിനത്തിനും എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പും മദ്യശാലകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാ മാസവും 1-ാം തീയതി അല്ലെ എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള് ഷാപ്പുകൾ എന്ത് ചെയ്യും, അവിടെ പ്രവർത്തിക്കും അല്ലെ. അവിടെ 1-ാം തീയതി ആണെന്ന് വെച്ചിട്ട് കള്ള് ഷാപ്പ് തുറക്കാതിരിക്കില്ല. കള്ള് ഷാപ്പ് അന്ന് തുറക്കും. ബാക്കിയുള്ള മദ്യശാലകളൊന്നും എല്ലാ മാസവും 1-ാം തീയതി എന്തുണ്ടാവില്ല, ഓപ്പൺ ആവില്ല. അതുപോലെ തന്നെ ദുഃഖവെള്ളി അല്ലെ, ദുഃഖവെള്ളിന്റെ അന്നും മദ്യശാലകൾ ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും ദിവസങ്ങളാണ് നമ്മുടെ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഏതൊക്കെ ദിവസങ്ങളാണ്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തിയും ഉണ്ട്, ഗാന്ധി രക്തസാക്ഷി ദിനവും ഉണ്ട്, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തിയും ഉണ്ട്, സമാധിയായ ദിവസമുണ്ട്. അന്നും മദ്യശാലകൾ ഉണ്ടാവില്ല. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പോളിംഗിന്റെ 48 മണിക്കൂർ മുമ്പ് വരെ എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഓപ്പൺ ആവില്ല. അടുത്തത് ഏതാണ്, വോട്ടെണ്ണൽ ദിനം അല്ലെ, വോട്ടെണ്ണൽ എടുക്കുന്ന ദിവസവും ഉണ്ടാവില്ല. പിന്നെ എല്ലാ മാസവും 1-ാം തീയതി എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. പിന്നെ ദുഃഖവെള്ളി, ഈ ദിവസങ്ങളിലൊന്നും എന്തുണ്ടാവില്ല. ഇതൊക്കെ എന്താണ്, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. ഇനി നമുക്ക് നേരെ ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ആ ക്വസ്റ്റ്യൻ, താഴെ കാണുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഒന്നാമത്തെ നോക്കാം, ജനുവരി 30-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം അല്ലെ. കാരണം എന്താ, ജനുവരി 30 എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. ജനുവരി 30-ന്റെ അന്ന് എന്താണ്, മദ്യശാലകൾ ഉണ്ടാവില്ല. അപ്പൊ അത് ശരിയാണ്. അടുത്തത് എന്താ, ലോകാരോഗ്യ ദിനമായിട്ടുള്ള ഏപ്രിൽ 7-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഏപ്രിൽ 7-നെ പറ്റിയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ. അന്ന് എന്താണ്, മദ്യശാലകളൊക്കെ തുറക്കും. അപ്പൊ ഇത് തെറ്റാണ്. അടുത്തത് എന്താ, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള, യെസ്, ഒരു കാര്യം നമ്മൾ വിട്ടുപോയതാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ജൂൺ 26-നും എന്ത് ഓപ്പൺ ആവില്ല, നമ്മുടെ മദ്യശാലകൾ ഓപ്പൺ ആവില്ല. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഏതാണ് ദിവസം, ജൂൺ 26. വളരെ പ്രധാനപ്പെട്ടതാണ്. ജൂൺ 26-ന് എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. ഓക്കെ, പറയാൻ വിട്ടതാണ്, ഓർത്ത് വെക്കുക. ജൂൺ 26 എന്താണ്, എന്ത് ദിവസമാണ്, ലഹരി വിരുദ്ധ ദിനമാണ് അല്ലെ. ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്നും മദ്യശാലകൾ അടഞ്ഞു കിടക്കും. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, ഇത് കറക്റ്റ് ആണ്. ദെൻ അടുത്തത് എന്താണ്, ദുഃഖവെള്ളി ദിനത്തില് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. കറക്റ്റ് ആണ് അല്ലെ. ദുഃഖവെള്ളിന്റെ അന്നും എന്തില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. അപ്പൊ ഇതില് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്, 1, 3, 4 ആണ്. ഓക്കെ, ഏതാണ്, ഓപ്ഷൻ എ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഒരു വ്യക്തിക്ക്, ഒരു 23 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നമുക്ക് ലൈസൻസ് ഇല്ലാതെ എത്ര അളവിൽ വരെ മദ്യം കൈവശം വെക്കാം എന്ന് ചോദിച്ചാൽ 15 ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം, കൈവശം വെക്കാൻ പറ്റും. ഓക്കെ, 15 ലിറ്റർ വരെയാണ് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന മദ്യത്തിന്റെ അളവ്. അതായത് ലൈസൻസോ പെർമിറ്റോ ഒന്നും ഇല്ലാതെ. അതിൽ ഓരോന്നും എത്രയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ്, കൊക്കോ ബ്രാൻഡി എത്ര ലിറ്റർ വരെ നമുക്ക് കൈവശം വെക്കാൻ പറ്റും, 1 ലിറ്റർ ആണ് അല്ലെ. മൊത്തം എത്രയാണ്, 15 ലിറ്റർ ആണ്. ഒരു വ്യക്തിക്ക് ഒരു സമയം കൈവശം വെക്കാൻ പറ്റുന്ന മദ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്, 15 ലിറ്റർ ആണ്. ഇനി ഓരോന്നായിട്ട് എത്ര ലിറ്റർ ആണ് നമുക്ക് സെപ്പറേറ്റ് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് കൊക്കോ ബ്രാൻഡി എന്ന് പറയുന്നത്. എത്ര ലിറ്റർ കൈവശം വെക്കാം, 1 ലിറ്റർ ആണ് കൈവശം വെക്കാവുന്നത്. കള്ളാണെങ്കിലോ, കള്ള് 1.5 ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം, കൈവശം വെക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൊക്കോ ബ്രാൻഡിലാണ് തുടങ്ങുന്നത്. അത് എത്രയാണ്, 1 ലിറ്റർ. രണ്ടാമത് കള്ളാണ്, അത് എത്രയാണ്, 1.5 ലിറ്റർ ആണ്. ഇനി അടുത്തതാണ് FMFL. FMFL എന്ന് പറഞ്ഞാൽ എത്രയാ, 2.5 ലിറ്റർ ആണ്. FMFL എത്രയാണ്, 2.5 ലിറ്റർ ആണ്. IMFL ആണെങ്കിലോ 3 ലിറ്റർ ആണ്. ഓക്കെ, FMFL 2.5, IMFL എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ ആണ്. അപ്പൊ FMFL എന്ന് പറഞ്ഞാൽ എന്താണ്, വിദേശ മദ്യമാണ് അല്ലെ. അതായത് വിദേശ മദ്യമായിട്ടുള്ള ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണ്. അതായത് ഫോറിനിൽ തന്നെ, വിദേശത്ത് തന്നെ അതിന്റെ നിർമ്മാണവും എല്ലാ കാര്യങ്ങളും വിദേശത്ത് തന്നെ ആയിരിക്കും. അതിന്റെ സെയിൽ മാത്രം ഇവിടെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മദ്യങ്ങളാണ് FMFL-ൽ വരിക. ഓക്കെ, ഏതാണ് FMFL, അത് എത്ര ലിറ്റർ ആണ് വെക്കുന്നത്, 2.5 ലിറ്റർ വരെ നമുക്ക് കൈവശം വെക്കാം. എന്നാൽ IMFL എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണ്. അതായത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യമാണ്. അത് നമുക്കൊരു 1/2 ലിറ്റർ കൂടുതൽ വെക്കാൻ പറ്റും അല്ലേ. എത്രയാണ്, 3 ലിറ്റർ. അതായത് FMFL ആണെങ്കിൽ, FMFL എന്താണ്, മൊത്തം വിദേശിയാണ്. അപ്പൊ അത് നമുക്ക് 2.5 ലിറ്റർ ആണ് കൈവശം വെക്കുക. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മെയ്ഡിലെ, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ വരെ കൈവശം വെക്കുക. പിന്നെ അത്ര ആൽക്കഹോൾ കണ്ടന്റ് കുറവുള്ള
ബിയറും വൈനും ഒക്കെ എത്രയാണ് 3.5 ലിറ്റർ വരെ കൈവശം വെക്കാം അല്ലെ. ഏറ്റവും കൂടുതൽ നമുക്ക് കൈവശം വെക്കാൻ പറ്റുന്നത് ഏതാണ്? ബിയറും വൈനാണ്. എത്രയാണ്? 3.5 ലിറ്റർ വരെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, കൊക്കോ ബ്രാൻഡിൽ നിന്നാണ് തുടങ്ങുക അല്ലെ. ആ ഒരു ഓർഡറിൽ പഠിക്കുക, അപ്പൊ നമുക്ക് തെറ്റിപ്പോകില്ല. അപ്പൊ കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ ആണ്, കള്ളാണെങ്കിൽ ഒരു 1.5 ലിറ്ററും, FMFL ആണെങ്കിൽ 2.5യും, IMFL അല്ലെ ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ട് ഒരു 2.5നേക്കാളും ഒരു 1/2 ലിറ്ററും കൂടി കൂട്ടിയിട്ട് 3 ലിറ്റർ വരും. പിന്നെ ബിയറും വൈനാണെങ്കിൽ 3.5 ലിറ്റർ ആണ്. ഇനി നമുക്ക് നേരെ ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കാം, കള്ള് എത്ര ഇവിടെ കൊടുത്തിട്ടുള്ളത്? 2.5. തെറ്റാണ് അല്ലേ. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1.5 ലിറ്റർ ആണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് IMFL എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണ്. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എത്ര വരെ കൈവശം വെക്കാം? 3 ലിറ്റർ വെക്കാം അല്ലെ. കാരണം FMFL ആണെങ്കിൽ 2.5ആണ്, അതിനേക്കാൾ ഒരു 1/2 ലിറ്ററും കൂടി കൂട്ടിയിട്ട് 3 ലിറ്റർ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യം നമുക്ക് കൈവശം വെക്കാം. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ബിയറും വൈനൊക്കെ എത്രയാണ്? 3.5 ലിറ്റർ ആണ് അല്ലെ. 3.5 ലിറ്റർ ആണ് ബിയറും വൈനൊക്കെ കൈവശം വെക്കാൻ പറ്റുന്നത്. അപ്പൊ ബിയർ കറക്റ്റ് ആണ്, വൈന് 7.5 എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് 7.8 ആണ്, അത് തെറ്റാണ്. ഇനി FMFL ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണെങ്കിലോ അത് എത്രയാണ്? 2.5 ലിറ്റർ ആണ് അല്ലെ. അപ്പൊ ഇതും തെറ്റാണ്. ഇതിൽ കൊടുത്തത് 3.5 ആണ്, അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ട് പിന്നെ അടുത്തത് എന്താ? കൊക്കോ ബ്രാൻഡി ഉണ്ട്. കൊക്കോ ബ്രാൻഡി എത്രയാണ്? 1 ലിറ്റർ ആണ്. അപ്പൊ ഇതും എന്താ? തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രമാണ് അല്ലെ. 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്, കേരളത്തില് ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ചാരായം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ശിക്ഷയായിട്ട് 10 ലക്ഷം രൂപയും 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയായിട്ടുള്ള ആ ഒരു ശിക്ഷ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് നിയമത്തിൽ വന്ന നിയമം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1997 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, 1997 ഓക്കെ. അപ്പൊ ഏത് വർഷമാണ് കേരളത്തിലെ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും ഈ ഒരു 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയായിട്ട് വന്ന ആ നിയമം വന്ന വർഷം ചോദിച്ചാൽ 1997 ആണ്. പഠിച്ചു വെച്ചേക്കണം, 1997 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. NTPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഏതൊക്കെയാണ്? NTPS ആക്ടിലെ NTPS ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? NDPS ആക്ട് അല്ലെ, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ് എന്ത്? NTPS ആക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ നിയമം എവിടേക്കാണ് ബാധകമായിട്ടുള്ളത് എന്നാ ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? കേരളത്തിൽ മാത്രം ആണോ? അല്ലല്ലേ. പിന്നെ ഇന്ത്യയിൽ മുഴുവൻ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിൽ മുഴുവനും എന്താണ്? ഈ ഒരു NTPS ആക്ട് ബാധകമാണ്. അത് ജമ്മു കാശ്മീർ ഒഴികെ ഒന്നുമില്ല. ഇന്ത്യയിൽ മൊത്തം എന്താണ്? ഈ ഒരു നിയമം ബാധകമാണ്. ഏതാ നിയമം? NTPS ആക്ടിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നതാണ് NTPSന്റെ ഫുൾ നെയിം. എന്നാണ് ഈ നിയമം നിലവിൽ വരുന്നത്? 1985 നവംബർ 14 അല്ലെ. 1985 നവംബർ 14 NTPS ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ എവിടേക്കാണ് ഇതിന്റെ ഈ ഒരു നിയമം ബാധകമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ മുഴുവനും ഈ നിയമം ബാധകമാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാർ അല്ലെ. അപ്പൊ ഇന്ത്യയിലുള്ള ആൾക്കാർ വേറെ രാജ്യങ്ങളിലുണ്ടാവും. അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം എന്താണ്? ബാധകമാണ്. അല്ലാതെ വേറെ രാജ്യത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഈ നിയമം ബാധകമല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലോ അല്ലെങ്കിൽ വിമാനത്തിലോ ഒക്കെയുള്ള വ്യക്തികൾക്കും ഈ നിയമം എന്താണ്? ബാധകമാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലോ അതുപോലെ തന്നെ വിമാനങ്ങളിലൊക്കെയുള്ള വ്യക്തികൾക്കും ഈ നിയമം എന്താണ്? ബാധകമാണ്. ഓക്കെ. ഓർത്ത് വെച്ചേക്കണം. ഒന്ന്, ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഈ നിയമം ബാധകമാണ്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുള്ള വ്യക്തികൾക്കൊക്കെ നിയമം ബാധകമാണ്. എന്നാണ് നിയമം വരുന്നത്? 1985 നവംബർ 14 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് NTPSുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NTPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? അല്ലെ, എന്താണ് ശിക്ഷ? കഞ്ചാവ് ചെടിയിലെ 2 ആയാലും 10 ആയാലും കഞ്ചാവ് ചെടി വളർത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താ? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് അല്ലെ. ഇപ്പൊ 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് എന്തിൽ വരുന്നത്?
ഈ ഒരു 2 കഞ്ചാവ് ചെടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ NTPS ആക്ടിൽ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 10 വർഷം അല്ലേ. അപ്പൊ കഞ്ചാവുമായി ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷയാണ് ഓർത്ത് വെച്ചേക്കണം. 10 വർഷം വരെ തടവും കിട്ടും, 1 ലക്ഷം രൂപ പിഴയുമാണ് കിട്ടുന്നത്. അതായത് കഞ്ചാവ് ചെടിയൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ. ഇനി ഇവിടെ ചോദിക്കാറുള്ള മറ്റ് 2-3 സെക്ഷൻ കൂടി ഓർത്ത് വെക്കാം. സെക്ഷൻ 19. ഓക്കെ, സെക്ഷൻ 19 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കൃഷിക്കാരന്റെ കറുപ്പ് മോഷ്ടിച്ചാലുള്ള ശിക്ഷയാണ് അല്ലേ. അപ്പൊ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷിക്കാർക്കും കറുപ്പൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രത്യേക ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കറുപ്പൊക്കെ, ഇങ്ങനെയുള്ള കഞ്ചാവ് പോലുള്ള അങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലൈസൻസ് ഉള്ള വ്യക്തി, ആ ഒരു കൃഷിക്കാരൻ കറുപ്പ് കൃഷി ചെയ്തത് വേറെ ഏതെങ്കിലും വ്യക്തി എന്ത് ചെയ്യുക, അത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താ? 10 മുതൽ 20 വർഷം വരെ തടവ് കിട്ടും. ഓക്കെ, എന്താണ് ശിക്ഷ? 10 മുതൽ 20 വർഷം വരെ തടവും കിട്ടും. അതുപോലെ തന്നെ 1 മുതൽ 2 ലക്ഷം രൂപ പിഴയും ഈടാക്കും ഈ ഒരു ശിക്ഷയിൽ. ഏതാണ് ഇതിനെ പറ്റി പറയുന്ന സെക്ഷൻ? ഏതാണ്? സെക്ഷൻ 19 ആണ്. അപ്പൊ സെക്ഷൻ 19 കൃഷിക്കാരന്റെ കറുപ്പ് മോഷ്ടിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ശിക്ഷയെ പറ്റി പറയുന്നത്. ശിക്ഷ എന്താണ്? 10 മുതൽ 20 വർഷം വരെ തടവും വരുന്നുണ്ട്, 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു സെക്ഷൻ ആണ് സെക്ഷൻ 27 എന്ന് പറയുന്നത്. 27 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡ്രഗ്സ് അല്ലെ, ഏത് ഡ്രഗ്സ് ആയാലും അത് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 27. ഏതാണ്? സെക്ഷൻ 27 ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. എത്ര വർഷമാണ് തടവ് കിട്ടുന്നത്? 1 വർഷം തടവും 20,000 രൂപ പിഴയും ഈടാക്കാവുന്ന ഒരു ശിക്ഷയാണ് എന്താ? ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു സെക്ഷൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, സെക്ഷൻ 27A എന്ന് പറയുന്നത് അല്ലെ. 27 മാത്രമാണെങ്കിൽ അത് ഡ്രഗ് അല്ലെ, ഡ്രഗ്സ് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ സെക്ഷൻ 27A പറയുന്നത് എന്താണ്? കുറ്റവാളികൾക്ക് ധനസഹായം ചെയ്യലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സഹായം ചെയ്യുക. അപ്പൊ കുറ്റവാളിയാണെന്ന് മനസ്സിലായിട്ടും അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അയാൾക്ക് ധനസഹായമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും എന്താണ്? ശിക്ഷാർഹമാണ് അല്ലെ, അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്. അതിനും കൊടുക്കുന്നത് വലിയ ശിക്ഷ തന്നെയാണ്. 10 മുതൽ 20 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ പിഴ ഈടാക്കാനും ഏതിന് വകുപ്പുണ്ട്? ഈ ഒരു സെക്ഷൻ 27A പ്രകാരം വകുപ്പുണ്ട്. ഓക്കെ, അപ്പൊ സെക്ഷൻ 27A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കുറ്റവാളികൾക്ക് ധനസഹായം ചെയ്യലേ, അവർക്ക് കുറ്റവാളിയെ സഹായിക്കുന്ന രീതിയിൽ ധനസഹായമായിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ശിക്ഷാർഹമാണ്. 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എന്ത്? ഓക്കെ, മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല ഏതാണ് വരുന്നത്? മീഥൈൽ അല്ലെ, മീഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? മെത്തനോൾ ആണ് അല്ലെ, മെത്തനോൾ ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CH3OH ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, CH3OH ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് മീഥൈൽ ആൽക്കഹോളും അതുപോലെ തന്നെ ഈഥൈൽ ആൽക്കഹോളും. അപ്പൊ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തനോൾ ആണ് അല്ലെ, മെത്തനോൾ ആണ് മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? എത്തനോളിനെയാണ്. ഇനി മീഥൈൽ ആൽക്കഹോൾ എവിടേക്കാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമദ്യ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ്? മെത്തനോൾ ആണ് അല്ലെ. അതായത് വിഷപദാർത്ഥമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു സ്പിരിറ്റിന്റെ ഒക്കെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതായിരിക്കും അല്ലെ. അത് നല്ല ഓവർ വീര്യമായി കഴിഞ്ഞിട്ട് ആള് തട്ടിപ്പോകുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് അത് വിഷമദ്യ ദുരന്തമാവുന്നത്. അപ്പൊ അതിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഒരു മീഥൈൽ ആൽക്കഹോൾ ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താ? CH3OH ആണ് അല്ലെ. ഇത് പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. CH3OH അല്ലെ. CH3OH എന്താണ്? മീഥൈൽ ആൽക്കഹോൾ ആണ്. എന്നാൽ ഈഥൈൽ ആൽക്കഹോൾ എന്താ? C2H5OH. അത് പഠിക്കുക. C2 പിന്നെ H5OH ആണ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, C2 അല്ലെ, 2 കഴിഞ്ഞിട്ട് പിന്നെ 5 ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ C2H5OH ആണ്. ഇനി മീഥൈൽ ആൽക്കഹോളിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താണത്? വുഡ് സ്പിരിറ്റ് എന്നാണ് പറയുക അല്ലെ. വുഡ് സ്പിരിറ്റ് ഓർത്ത് വെക്കുക. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ എന്താ? മീഥൈൽ ആൽക്കഹോൾ. അപ്പൊ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തനോൾ അല്ലെ, മെത്തനോൾ ആണെന്ന് അറിയാം. അപ്പൊ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് മെത്തനോൾ ആണ്. ഈ എമ്മിനൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വുഡിന്റെ W കിട്ടൂലേ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. മെത്തനോൾ എന്ന് പറയുമ്പോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. എന്നാൽ ഈഥൈൽ ആൽക്കഹോളിന് പറയുന്നത് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് അല്ലെ. ഗ്രേപ്പ് സ്പിരിറ്റ്, ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരിയാണ് അല്ലെ. അപ്പൊ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മുടെ ലിക്കറിലൊക്കെ ഉപയോഗിക്കുന്നത്, മദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. നമുക്ക് കുടിക്കാൻ പറ്റുന്ന മദ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രേപ്പ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. മറ്റേത് എന്താണ്?
വുഡ് അല്ലെ, വുഡ് സ്പിരിറ്റ് ആണ് ഏത് മീത്തൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോൾ എന്ന് പറയുന്നത്. വിഷമദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? മീത്തൈൽ ആൽക്കഹോൾ ആണ്. നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സാധാ മദ്യങ്ങളിലൊക്കെ എന്താണ്? ഈത്തൈൽ ആൽക്കഹോൾ ആണ് അല്ലെ. എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈത്തൈൽ ആൽക്കഹോളിലാണ്. ഇനി മീത്തൈൽ ആൽക്കഹോൾ എവിടേക്കാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിലും വാർണിഷിലും ഫോർമാലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത് മീത്തൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യന്, കേരളത്തില് അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? ഓക്കെ, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ എന്നാണ്. അപ്പൊ പ്രൂഫ് ലിറ്റർ കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എങ്ങനെയാണ് പ്രൂഫ് ലിറ്റർ എങ്ങനെയാ കാണുക? പ്രൂഫ് ലിറ്റർ എങ്ങനെയാ കാണുക? പ്രൂഫ് സ്പിരിറ്റ്. ഓക്കെ, പ്രൂഫ് സ്പിരിറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇവിടെ തന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മദ്യത്തിന്റെ അളവ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കണം വിദേശ മദ്യത്തിന്റെ പ്രൂഫ് സ്പിരിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, വിദേശ മദ്യത്തിന്റെ പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്. അത് പഠിച്ചു വെച്ചേക്കണം ആദ്യം തന്നെ. വിദേശ മദ്യത്തിന്റെ പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 75 ആണ്. പിന്നെ നമ്മൾ ഇക്വേഷനിലല്ലേ പ്രൂഫ് സ്പിരിറ്റ് ബൈ 100 ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള മദ്യത്തിന്റെ അളവ്, ക്വസ്റ്റ്യനിൽ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 50 ലിറ്റർ ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ 50 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെട്ടി ചെറുതാക്കുക അല്ലെ. 50 ഒരു പ്രാവശ്യം, 100 2, 75 2 എത്ര പോവും? 37.5 വരും. ഓക്കെ, ഓപ്ഷൻ ബി വരും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുക. പ്രൂഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൂഫ് സ്പിരിറ്റ് ബൈ 100 ഇൻറ്റു എത്രയാണോ മദ്യത്തിന്റെ അളവ്, ക്വസ്റ്റ്യനിൽ എത്രയാണോ മദ്യത്തിന്റെ അളവ് തന്നിട്ടുള്ളത് ആ ഒരു അളവ് കൊടുക്കുക. ഓക്കെ, അപ്പൊ വിദേശ മദ്യത്തിന്റെ പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് ആദ്യം പഠിക്കണം. 75 ആണ്. അപ്പൊ 75 ബൈ 100 ഇൻറ്റു 50 ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 50 ലിറ്റർ ആണ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. അപ്പൊ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്തിനെയാണ്? അതിനു മുമ്പ് നമുക്ക് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയാം? ആബ്സല്യൂട്ട് ആണ് അല്ലെ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ. അതായത് നമ്മുടെ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്ന് അതിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ജലത്തെ പരമാവധി നീക്കം ചെയ്താൽ കിട്ടുന്ന ആൽക്കഹോൾ ആണ് എന്ത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ജലത്തിന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് പറഞ്ഞാൽ 0.1 കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയാം. അതായത് ആ സ്പിരിറ്റിൽ നിന്ന് പരമാവധി വെള്ളം എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയാം. ഓക്കെ, അതിൽ 99.5% എന്തായിരിക്കും? ഈത്തൈൽ ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, 99.5% ഈത്തൈൽ ആൽക്കഹോൾ ആയിരിക്കും. 0.5 ഒക്കെ എന്തുണ്ടാവുള്ളൂ? വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പൊ വെള്ളത്തിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം വളരെ കുറവായിരിക്കും. അതായിരിക്കും ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കിട്ടണമെങ്കിൽ അതിൽ കുറച്ച് രാസവസ്തുക്കളൊക്കെ ചേർക്കണം. ആ രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഓർത്തു വെക്കുക. പൊട്ടാസ്യം കാർബണേറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വരുന്നുണ്ട്, ബെൻസീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലിസറിൻ വരുന്നുണ്ട്. അപ്പൊ ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഈ സ്പിരിറ്റിൽ നിന്ന് ജലം എന്ത് ചെയ്യുന്നത്? മാക്സിമം അതൊന്ന് നീക്കം ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് രാസവസ്തുക്കൾ? പൊട്ടാസ്യം കാർബണേറ്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും ബെൻസീനും ഗ്ലിസറീനും. അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ വരുന്നത്? എത്രയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 99.5% എന്തായിരിക്കും? ഈത്തൈൽ ആൽക്കഹോൾ ആയിരിക്കും അല്ലെ. ബാക്കി വരുന്ന ഒരു 0.5 മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഓക്കെ, 1% കുറവായിരിക്കും എന്താ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? അല്ലെ, നമ്മുടെ ഡ്രൈ ഡേയ്സുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡ്രൈ ഡേയ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അത് ചോദിക്കും. അപ്പൊ ഏതൊക്കെ ദിവസമാണ് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ ഏതൊക്കെയാ നോക്കാം നമുക്ക്. ഇവിടെ ശരിയല്ലാത്തത് ട്ടാ. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പെട്ടെന്ന് ശരിയായത് ഏതെന്ന് ടിക്ക് ചെയ്ത് പോവരുത്. ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ അവിടെ തന്നെ വരച്ചിടുക അല്ലെ. ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിയല്ലാത്തതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒന്നാമത്തെ നോക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ലേ. നമ്മൾ പറഞ്ഞ 2 വ്യക്തികളാണ്, ഗാന്ധിജിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും. രണ്ടുപേരും ജനിച്ച ദിവസവും മരിച്ച ദിവസം എന്തുണ്ടാവില്ല? മദ്യഷോപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അത് ശരിയാണ് അല്ലെ. അത് പറഞ്ഞത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. കാരണം എന്താ? ശ്രീനാരായണ ഗുരുവാണ്. ജനിച്ച ദിവസവും മരിച്ച ദിവസവും എന്തുണ്ടാവില്ല? മദ്യ ഷോപ്പ് ഉണ്ടാവില്ല. അപ്പൊ ജനിച്ച ദിവസം മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല.
അടുത്തത് മഹാത്മാഗാന്ധിജി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ജനിച്ച ദിവസവും മരിച്ച ദിവസവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് അല്ലെ. നമുക്ക് ശരിയല്ലാത്തതല്ലേ വേണ്ടത്. ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും? ഇതിൽ ശരി ഇതുണ്ട് തെരഞ്ഞെടുത്തിട്ട് എഴുതും. അപ്പൊ കൃത്യമായിട്ടും എന്ത് ചെയ്യണം? വരച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരച്ചിടുക. അപ്പൊ നമുക്ക് ശരിയല്ലാത്തതാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 1ഉം 3ഉം ആണ്. ഏതാണ്? ഓപ്ഷൻ ബി വരും അല്ലെ. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. ഓക്കെ, പ്രവർത്തന സമയമാണ് നമ്മുടെ ഫോറിൻ ലിക്കർ റൂളിൽ പറയുന്നുണ്ട് അല്ലെ. ഓരോ മദ്യഷോപ്പുകളും എത്ര സമയം വരെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ. ഓക്കെ, ഇതെന്താണ് പറഞ്ഞിട്ടുള്ളത്? FL3 ലൈസൻസ് ആണ്. അപ്പൊ FL3 ലൈസൻസ് നമുക്ക് അതിനെ കുറിച്ചിട്ടൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. അപ്പൊ നമുക്കറിയില്ല FL1 ഉണ്ട്, ബാക്കിയുള്ള കുറച്ച് FL3യോ FL7ഉം ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് FL ലൈസൻസ് ഉള്ളതുണ്ട്. അതിൽ FL1 എന്ന് പറഞ്ഞാൽ ഏതാണ്? FL1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെവ്കോ ഔട്ട്ലെറ്റുകളൊക്കെ FL1ൽ പ്രവർത്തിക്കുന്നതാണ് അല്ലേ. നമ്മുടെ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ കാണാം. അതൊക്കെ എന്താണ്? FL1 ലൈസൻസിലുള്ളതാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ സപ്ലൈകോയിലൊക്കെ വരുന്നതും എന്താണ്? FL1 ലൈസൻസ് ആണ്. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനും FL1 ലൈസൻസിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് FL1ൽ വരിക. ഇവരുടെ ഒരു പ്രവർത്തന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂള് പ്രകാരം 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. ഓക്കെ, നമ്മുടെ റൂളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? രാവിലെ 11 മണി തൊട്ടിട്ട് രാത്രി 11 മണി വരെയാണ്. എന്നാൽ ഇപ്പൊ ശരിക്കും എത്ര മണിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മണി മുതൽ 9 മണി വരെയാണ് അത് പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മുടെ ബെവ്കോ ഔട്ട്ലെറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 10 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് പ്രവർത്തിക്കുക. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അവർ ചിലപ്പോൾ റൂള് പ്രകാരമാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള FL1 ഒഴികെയുള്ള മറ്റുള്ള ലൈസൻസ് ഉള്ള മദ്യശാലകളൊക്കെ ഏതാ സമയം ചോദിച്ചാൽ റൂളിൽ പറയുന്നത് 10 മണി മുതൽ രാത്രി 12 മണി വരെ ആയിരിക്കും. നമ്മുടെ ബാറുകളും അതുപോലെ ബിയർ വൈൻ പാർലറുകളൊക്കെ നോക്കിയാൽ 10 മണി മുതൽ 12 മണി വരെയാണ്. എന്നാൽ ഇപ്പൊ ശരിക്കും എത്രയാണ്? 11 മണി മുതൽ 11 മണിയാണ് ഇപ്പൊ നിലവിൽ അവരുടെ ഒരു പ്രവർത്തന സമയം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് എത്ര? ഓക്കെ, അതായത് FL1 മദ്യശാല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്മളിപ്പോ പറഞ്ഞില്ലേ? ബെവ്കോ വരും, അതുപോലെ തന്നെ സപ്ലൈകോ വരും, പിന്നെ കൺസ്യൂമർ ഫെഡറേഷൻ ഒക്കെ വരും. അപ്പൊ അവിടെ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ്, അയാൾക്ക് അതിൽ കൂടുതൽ എത്രയാണ്? അതിന്റെ കുറഞ്ഞ അളവാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ കുറഞ്ഞ അളവ് എത്രയാണ് വരിക? 180 മില്ലിയാണ് അല്ലെ. എത്രയാണ് വരുന്നത്? 180 മില്ലിയാണ് അയാൾക്ക് വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കണം. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് എത്രയാ? 180 മില്ലിയാണ്. ഓക്കെ, എത്രയാണ്? 180 മില്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഓക്കെ, കോട്ട്പ നിയമപ്രകാരമാണ് അല്ലെ. കോട്ട്പ നിയമം എന്താണ്? കോട്ട്പ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട്പയുടെ ഫുൾ നെയിം എന്താണ് അല്ലെ? സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ആണ് കോട്ട്പ എന്ന് പറഞ്ഞാൽ. സി എന്താണ്? സിഗരറ്റ്സ് ആണ് അല്ലെ. അതുപോലെ തന്നെ ആൻഡ് അതർ ടൊബാക്കോ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൊബാക്കോ അല്ലെ, പുകയില ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ആണ് എന്ത്? കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവന നോക്കാം. ഒന്നാമത്തേത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്താൻ പാടില്ല. ശരിയാണോ അല്ലെ? ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 100 മീറ്ററിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിൽപ്പന ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത് അല്ലെ. ഇവിടെ പറയുന്ന പ്രായം എത്രയാണ്? കോട്ട്പ നിയമപ്രകാരം 18 വയസ്സാണ്. എന്നാൽ മദ്യമാണെങ്കിലോ 23 വയസ്സാണ്. അപ്പം കോട്ട്പ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ട കുറഞ്ഞ പ്രായം അല്ലെങ്കിൽ എത്ര വയസ്സിന് മുകളിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ? 18 വയസ്സ് കഴിയണം അല്ലെ. ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ അയാൾ ഉപയോഗിക്കാനും പാടില്ല. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ ആണ്, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും എന്താണ്? ശരിയാണ്. അപ്പൊ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം എന്ത് ചെയ്യാൻ പാടില്ല? പ്രസിദ്ധീകരിക്കാനോ അതൊന്നും എവിടെയും കൊടുക്കാനോ ഒന്നും പാടില്ല. അപ്പൊ ഈ 3 എണ്ണം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയൊക്കെ എന്താണ്? ശരിയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനും കൂടി ഓർത്ത് വെക്കുക.
ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതിനു മുമ്പ് 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 6A ആണ്. ഓക്കെ, 6Aയിലാണ് 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6Bയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടും പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട് അല്ലെ, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? അത് സെക്ഷൻ 5 ആണ്. ഓക്കെ, സെക്ഷൻ 5ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പരസ്യം ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഏതാണ്? കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? എത്രയും ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് അല്ലെ, 30 മുറികളാണ്. ഓക്കെ, അപ്പൊ 30 മുറികളുള്ള അല്ലെങ്കിൽ 30ൽ കൂടുതൽ മുറികളുള്ള ഹോട്ടൽ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഒരു സ്മോക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം സ്ഥലമൊക്കെ കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യാം? സ്മോക്കിംഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചോദിക്കും കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകമായിട്ട് സജ്ജീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 30 മുറികളാണ് കേട്ടോ, 30ഓ അതിൽ കൂടുതലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ അല്ലെ. അപ്പൊ നമുക്കറിയില്ല, സിഗരറ്റിന്റെ ഒക്കെ ഒരു പെട്ടി കണ്ടു കഴിഞ്ഞാൽ അതില് ഏറ്റവും കൂടുതൽ കാണുന്ന ഭാഗം എന്തായിരിക്കും? അതില് അല്ലെ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ അങ്ങ് ചിത്രത്തിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പം മുഖത്തൊക്കെ അങ്ങനെ ആകെ വൈകൃതമായിട്ടുള്ള ചിത്രമായിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചിത്രം എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ദൂഷ്യഫലങ്ങളിലെ അതിന്റെ ചിത്രമായിട്ടും അതുപോലെ തന്നെ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവണം. എന്താ? പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ മൊത്തം അതിന്റെ ദൂഷ്യഫലങ്ങളെ അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നത് എത്ര ശതമാനമായിരിക്കണം? 85% ആയിരിക്കണം. ഓക്കെ, എത്ര ശതമാനമാണ്? 85% കാണിച്ചിരിക്കണം. ഓക്കെ, ഇതിനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 8 അല്ലെ. നമ്മുടെ കോട്ട്പ ആക്ടിലെ സെക്ഷൻ 8ലാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുന്നത് അല്ലെ. ഏത് സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കണം. ഓക്കെ, അപ്പൊ മുന്നറിയിപ്പ് കൊടുക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 8 ആണ്. അതും കൂടി ഓർത്ത് വെക്കുക, സെക്ഷൻ 8 അല്ലെ, 8 ആണ്. സെക്ഷൻ 8ലാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഇനി അതൊന്ന് പറയേണ്ടത് 85% ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മൊത്തം കവർ അല്ലെ, മൊത്തം ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 85% എന്തായിരിക്കണം? 85%വും അതിന്റെ ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളായിരിക്കണം, മുന്നറിയിപ്പായിരിക്കണം. അതിൽ 60% എന്തായിരിക്കണം? ഈ 85%-ൽ 60% ചിത്ര മുന്നറിയിപ്പ് അല്ലെ, ചിത്രത്തിന്റെ രൂപത്തിലായിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, വായിന്റെ ഭാഗമൊക്കെ അങ്ങനെ വളരെ വൈകൃതമായിട്ടുള്ള ഒരു ചിത്രം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ചിത്രം എത്ര ശതമാനം കൊടുക്കണം? ഒരു 60% ഭാഗത്തും ആ ഒരു ചിത്രമായിരിക്കണം. ബാക്കിയുള്ള 25% എന്തായിരിക്കണം? ഇതേപോലെ ടെസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് ആവണം അല്ലെ. അപ്പൊ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം? ഒരു 25%-ലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൻ 9, ഇത് സെക്ഷൻ 8ലാണ് ഈ ഒരു മുന്നറിയിപ്പിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 9 പറയുന്നത് ഈ ഒരു മുന്നറിയിപ്പ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലും അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷിലും വേണം, അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിലും ഉണ്ടായിരിക്കണം. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തില് മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണത്? അതേതാണ്? വിമുക്തിയാണ് അല്ലെ, വിമുക്തി മിഷൻ ആണ്. അപ്പൊ കേരളത്തില് മദ്യവർജനത്തിനും അതുപോലെ തന്നെ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആണ് ഏത്? വിമുക്തി മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ വിമുക്തിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 അപ്പൊ നമുക്ക് 2021 വേണ്ട, 2024 ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയില്ലേ ജൂൺ 26 എന്താ പ്രത്യേകത? ലോക ലഹരി വിരുദ്ധ ദിനമാണ് അല്ലെ. ജൂൺ 26 എന്തുണ്ടാവില്ല? മദ്യശാലകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ജൂൺ 26 എന്ന് പറഞ്ഞാൽ എന്താ? ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇനി ജൂൺ 26 ആ ഒരു ലഹരി വിരുദ്ധ ദിനത്തിന്റെ
അല്ലെങ്കിൽ അനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടന ആ ഒരു ദിനത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു 2024 തീം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് തീം? അതൊന്ന് പഠിച്ചു വെച്ചേക്കണം, ചോദിച്ചേക്കാം. ദ എവിഡൻസ് ഈസ് ക്ലിയർ. The evidence is clear. The evidence is clear. Invest in prevention. Okay. Invest in prevention. ഇതാണ് 2024 തീം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ തീമാണ്. ജൂൺ 26 തീം എന്താണ്? ദ എവിഡൻസ് ഈസ് ക്ലിയർ അല്ലേ? ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. എന്തിന്റെ തീമാ? ജൂൺ 26 2024 ലഹരി വിരുദ്ധ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? അല്ലെ, ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 47 ബന്ധപ്പെട്ട് അല്ലെ, 47 മദ്യനിരോധനത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. അല്ലെ, സാധിക്കോ? അങ്ങനെയാണല്ലേ, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ലഹരി പാനീയങ്ങളോ അങ്ങനെയുള്ള മരുന്നുകളുടെ ഒക്കെ ഉപയോഗം ആർക്ക് പറ്റും? സർക്കാരിന് നിരോധിക്കാൻ പറ്റും. നമ്മുടെ കേരള സർക്കാരിന് നിരോധിക്കാൻ പറ്റും. കാരണം എന്താ? മദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അല്ലേ? അതിൽ തീരുമാനം എടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? സർക്കാരിന് അധികാരമുണ്ട്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് നോക്കാം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്. നിരോധിക്കാൻ സാധിക്കും. അടുത്തത് എന്താ? മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും അല്ലെ? മദ്യനിരോധനം ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏർപ്പെടുത്താനൊക്കെ സർക്കാരിന് സാധിക്കും. അപ്പൊ അതും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1 ഉം 3 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ IT ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതാണ്? ഒരു വ്യക്തി IT ആക്ട് 2000 പ്രകാരം സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായിട്ടോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ശിക്ഷ? അതിന് പ്രത്യേകിച്ച് ശിക്ഷയെ പറ്റി പറയുന്നില്ല. ഓരോന്നിന്റെ അതനുസരിച്ചിട്ടായിരിക്കും ശിക്ഷകൾ പറയുന്നത്. പ്രത്യേകം ഇത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ്? ഇതിൽ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഓക്കെ, അപ്പൊ സെക്ഷൻ 43 എന്താ പറയുന്നത്? IT ആക്ടിലെ സെക്ഷൻ 43 എന്തിനെ കുറിച്ചിട്ടാണ്? നമുക്കറിയാലേ, കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒക്കെ ഡാമേജ് വരുത്തുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറിലെ വൈറസ് ആക്രമണം ഒക്കെ എന്തിലാ വരുന്നത്? ഈ സെക്ഷൻ 43 ഓക്കെ, സെക്ഷൻ 43 എന്താന്ന് ഓർത്ത് വെക്കണം. കമ്പ്യൂട്ടറോ അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുത്തുക. അതിൽ തന്നെ പറയുന്നതാണ് ഈ കമ്പ്യൂട്ടറിൽ വരുന്ന വൈറസ് അറ്റാക്ക് അല്ലെ? അതൊക്കെ സെക്ഷൻ 43 IT ആക്ടിലെ സെക്ഷൻ 43 അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ എന്ത് പാടില്ല? മദ്യപാനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സെക്ഷൻ ആയിരുന്നു? സെക്ഷൻ 15C കോമൺ പ്ലേസിലൊന്നും മദ്യപാനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഏതൊക്കെ സ്ഥലത്തെയാണ് നമ്മൾ കോമൺ പ്ലേസ് അഥവാ പൊതുസ്ഥലം എന്ന് പറയാ അല്ലെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, 4 ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ എന്താണ്? പൊതുസ്ഥലമാണ്. അപ്പൊ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ അതുപോലെ തന്നെ നമ്മുടെ ഗതാഗതം, അതിപ്പോ ബസ് സ്റ്റാൻഡ് ആണെങ്കിലോ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലോ ഏതാണെങ്കിലും എന്താ, അതൊക്കെ പൊതുസ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെന്താണ് ലൈബ്രറി, അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഹോട്ടല്, പിന്നെ റെസ്റ്റോറന്റ്, അവിടെയുള്ള ഡൈനിങ് ഏരിയ, അതൊക്കെ എന്താണ്? പൊതുസ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പൊതുസ്ഥലങ്ങളിൽ വരുന്നത് എന്ന് നോക്കാം. സോറി, ഇതിൽ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ടിക്ക് ചെയ്യുക. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് പോലീസ് സ്റ്റേഷൻ പൊതുസ്ഥലമാണോ? ആണല്ലേ. പോലീസ് സ്റ്റേഷൻ ആരുടെയും സ്വകാര്യ സ്വത്തൊന്നല്ല. അപ്പൊ പോലീസ് സ്റ്റേഷൻ എന്താണ്? പൊതുസ്ഥലമാണ്. അതുപോലെ തന്നെ റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി, അത് പൊതുസ്ഥലമാണോ? ഇപ്പൊ നമ്മൾ റെസ്റ്റോറന്റിൽ പോയിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ അതൊരു പൊതുസ്ഥലം ആവുമോ? ഇല്ലേ. നമ്മൾ എടുക്കുന്ന ആളും ആ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവസിയാണ് ആ റൂം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതൊരു പൊതുസ്ഥലം അല്ല. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. അടുത്തത് ചരക്ക് വാഹനം അല്ലെ? ചരക്ക് വാഹനം എന്താണ്? ഒരു പൊതുസ്ഥലം തന്നെയാണ്, പൊതുസ്ഥലത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. പിന്നെ റെസ്റ്റോറന്റിലെ ഡൈനിങ് റൂം, ഇത് ശ്രദ്ധിക്കണം. റെസ്റ്റോറന്റിലെ നമ്മൾ എടുക്കുന്ന സ്വകാര്യ മുറിയാണെങ്കിൽ അത് പൊതുസ്ഥലമല്ല. എന്നാൽ റെസ്റ്റോറന്റിലുള്ള ഡൈനിങ് റൂം ഉണ്ട് അല്ലെ? എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലമാണ് അവിടെ. അപ്പൊ അതെന്താണ്? അതൊരു പൊതുസ്ഥലമാണ്. അപ്പൊ ഇതിൽ പൊതുസ്ഥലം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? റെസ്റ്റ് ഹൗസിലെ
താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി ഒരു പൊതുസ്ഥലം അല്ലാത്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓക്കെ, നമുക്ക് പഠിക്കാനുണ്ടല്ലേ ട്രാൻസിറ്റിനെ കുറിച്ചിട്ട്. ട്രാൻസിറ്റ്, ട്രാൻസ്പോർട്ട്. എന്താണ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ? ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർത്ത് വെക്കുക. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അല്ലെ? ഒരു സംസ്ഥാനത്തിനകത്താണ്, സംസ്ഥാനത്തിനകത്ത് ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയാ? ട്രാൻസ്പോർട്ട് എന്ന് പറയാം. ട്രാൻസിറ്റ് ആണെങ്കിലോ? ട്രാൻസിറ്റ് ആണെങ്കിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേറൊരു സംസ്ഥാനത്തിലോട്ടേക്ക് മദ്യം കൊണ്ടുപോവുക. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനം വഴിയാണെങ്കിൽ എന്താണ്? അതൊക്കെ ട്രാൻസിറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്നെന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കൊണ്ടുപോകൽ. അത് തെറ്റാണ്, അല്ലെ? ഒരു സ്ഥലത്ത് നിന്നല്ല, ഒരു സംസ്ഥാനം വഴിയായിരിക്കണം. പിന്നെ അടുത്തത് കേരളത്തിനകത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. അതും തെറ്റാണല്ലേ? അതൊക്കെ എന്താണ്? ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്. പിന്നെ കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മദ്യം കടത്തുന്നതും, അതുപോലെ തന്നെ കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഇതാണ് കുറച്ചും കൂടിയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, എന്താ പറഞ്ഞത്? ഒന്നെങ്കിൽ കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ എന്ത് ചെയ്യുക? ഒരു സംസ്ഥാനത്ത് നിന്ന് ആ ഒരു സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തേക്കോ കടത്തുക, അല്ലെ? അതാണ് കറക്റ്റ് ട്രാൻസിറ്റ് എന്ന് പറയും. കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള, സിയും ഏകദേശം സ്യൂട്ടബിൾ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി മാച്ച് ആവുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ലിറ്റർ ആണ്? 15 ലിറ്റർ ആണ്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ചിട്ട് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 15 ലിറ്റർ ആണ്. വിദേശ മദ്യത്തിന്റെ അളവ് എന്ന് ചോദിച്ചാൽ 13.5 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരേ സമയം കൈവശം വെക്കാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് ചോദിച്ചാൽ 13.5 ലിറ്റർ ആണ്. ബാക്കിയുള്ള ഈ 1.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കള്ളാണ്, അല്ലെ? കള്ള് എന്ന് പറയുന്നത് എന്തല്ല? വിദേശ മദ്യമല്ല, അല്ലെ? നമ്മുടെ നാടൻ മദ്യമാണ്. അപ്പൊ ഈ ഒരു 15 ലിറ്ററിൽ നിന്ന് 1.5 ലിറ്റർ പോയി കഴിഞ്ഞാൽ എത്ര വരും? 13.5 ലിറ്റർ വരും. അപ്പൊ ആ ഒരു 13.5 ലിറ്റർ ആണ് നമുക്ക് കൈവശം വെക്കാൻ പറ്റുന്ന വിദേശ മദ്യത്തിന്റെ അളവ്. ഇനി മൊത്തമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന മദ്യത്തിന്റെ അളവെന്ന് ചോദിച്ചാൽ അത് 15 ലിറ്റർ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യന്, ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം, അല്ലെ? എത്രയാണ്? 23 വയസ്സാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? NTPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി, അല്ലെ? ശരിയായതാണ് കണ്ടെത്താനുള്ളത്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം, അല്ലെ? 1985 നമ്മുടെ NTPS ആക്ട് ആണ്. അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും ശരിയാണ്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമത്തിൽ ഏകീകരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തു വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന്, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന അതിനുള്ള വരുമാനം അത് കണ്ടുകെട്ടുന്നതിനൊക്കെ എന്താണ് ഇതിന്റെ ഒരു അല്ലെങ്കിൽ NTPS ആക്ടിൽ പറയുന്നതാണ്. ഓക്കെ, വരുമാനമല്ല, എന്താണ് ഇതുമായി ഈ ഒരു ലഹരി പദാർത്ഥമൊക്കെ കടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എന്ത് കിട്ടും? സ്വത്തൊക്കെ കിട്ടും, അല്ലെ? അതൊക്കെ കണ്ടുകെട്ടുന്നത് എന്താണ് ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തത്, സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നത്. ഓക്കെ, അത് പറയുന്നുണ്ടോ? സംസ്ഥാനങ്ങളെ പറ്റി പറയുന്നില്ല, അല്ലെ? അപ്പൊ സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു മയക്കുമരുന്ന് നിരോധനം ചെയ്യാൻ പറ്റുന്നു എവിടെയും പറയുന്നില്ല. ഓക്കെ, മദ്യത്തിന്റെ കേസിൽ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് പറ്റും, പക്ഷെ മയക്കുമരുന്നിന്റെ കേസിൽ എന്തില്ല? സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിനുള്ള അധികാരം കൊടുക്കുന്നില്ല. അപ്പൊ അത് തെറ്റാണ്. അടുത്തത്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്താൻ, അല്ലെ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഉടമ്പടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനൊക്കെ അധികാരം എവിടെ കൊടുക്കുന്നുണ്ട്? NTPS ആക്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2, 4 ഓക്കെ, ഓപ്ഷൻ ബി ആ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ NTPS നിയമത്തിൽ ഷെഡ്യൂൾ പ്രകാരം ഏതൊക്കെയാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. എന്താണ്? NTPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ചെയ്തല്ലേ? ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ലഹരി വസ്തുക്കൾ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഈ ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാദക വസ്തുക്കളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഡ്രഗ്സ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ്സ്, സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ്സിൽ തന്നെ പ്രധാനമായിട്ട് 3 രീതിയാണുള്ളത്. 3 രീതിയിലാണുള്ളത് അല്ലേ. നാച്ചുറൽ ഡ്രഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെമി സിന്തറ്റിക് ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പൊ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, പ്രകൃതിദത്തമായിട്ടുള്ള ഡ്രഗ്സുകളാണ്. ഏതൊക്കെയാണ് നാച്ചുറൽ ഡ്രഗ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഡ്രഗിൽ ഉൾപ്പെടുന്നത് അല്ലെ? നമുക്ക് നേരിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് അല്ലെ. നമ്മുടെ കറുപ്പ്, കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ്? കറുപ്പ് അല്ലെ, കറുപ്പ് എന്താണ് പോപ്പിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗഞ്ച അല്ലെ, ഗഞ്ച എന്ന് പറഞ്ഞാൽ എന്താ കഞ്ചാവിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ കൊക്ക, അതൊക്കെ എന്താണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. അതാണ് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയാം. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഡ്രഗ്സിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും അല്ലെ. അപ്പൊ നാച്ചുറൽ ഡ്രഗ്സ് ആണ് കറുപ്പ്, അതുപോലെ തന്നെ ഗഞ്ച, കൊക്ക അല്ലെ. കൊക്കയിലെ ഇലയൊക്കെ എന്താണ് ഡ്രഗ് ആയിട്ട് വരുന്നത്. ഇനി സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡ്രഗിൽ വരുന്നതാണ്? സെമി സിന്തറ്റിക് ഡ്രഗിൽ വരുന്നത് ഏതൊക്കെയാ? മോർഫീന് വരുന്നുണ്ട്, കോഡീന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെറോയിന്, കൊക്കൈന്, അതൊക്കെ എന്താണ് സെമി സിന്തറ്റിക് ഡ്രഗ്സിൽ വരുന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ് സെമി സിന്തറ്റിക്കില്? മോർഫീന്, കോഡീന്, ഹെറോയിന്, അതുപോലെ തന്നെ കൊക്കൈന്. അതായത് ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കിട്ടിയ സാധനമായിരിക്കും അതിനെന്ത് ചെയ്യുക, ചില രാസപ്രക്രിയയിലൂടെ വേറൊരു ഡ്രഗ്സ് ആയിട്ട് മാറ്റിയെടുക്കുക. അതാണ് സെമി സിന്തറ്റിക് അല്ലെ. പൂർണ്ണമായിട്ട് സിന്തറ്റിക് അല്ല, സെമി സിന്തറ്റിക് ആണ്. അതായത് അർദ്ധ സിന്തറ്റിക് എന്ന് പറയല്ലോ. അതായത് നാച്ചുറൽ ആയിട്ട് കിട്ടിയ സാധനത്തിന് രാസപ്രക്രിയയിലൂടെ വേറൊരു ഡ്രഗ്സ് ആയിട്ട് മാറ്റുക. ഇപ്പൊ നമ്മുടെ ഈ മോർഫീനും, കോഡീനും, ഹെറോയിനും ഒക്കെ എന്തിൽ നിന്നാണ് മാറ്റുന്നത്? കറുപ്പിൽ നിന്നാണ് അല്ലെ. അപ്പൊ കറുപ്പിൽ നിന്ന് രാസപ്രവർത്തനത്തിലൂടെ മാറ്റിയെടുക്കുന്ന ഡ്രഗ്സുകളായിട്ട് മാറുന്നതാണ് മോർഫീന്, കോഡീന്, ഹെറോയിന്. കൊക്കൈൻ ആണെങ്കിലോ കൊക്ക അല്ലെ, കൊക്ക എന്ന് പറയുന്ന ആ ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ് കൊക്കൈൻ എന്ന് പറയുന്ന ഡ്രഗ്. ഇനി സിന്തറ്റിക് അല്ലെ, പൂർണ്ണമായിട്ട് സിന്തറ്റിക് ആണ് അല്ലെ, പൂർണ്ണമായിട്ട് രാസപ്രക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രഗ്സുകളാണ്. നമ്മുടെ എക്സ്റ്റസി, അതുപോലെ തന്നെ ഡയസ്പം, മെത്താക്യുലൈൻ, അതൊക്കെ എന്താണ് സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണമാണ്. ഓർത്ത് വെച്ചേക്ക, എക്സ്റ്റസി, അതുപോലെ തന്നെ ഡയസ്പം, മെത്താക്യുലൈൻ, അതൊക്കെ സിന്തറ്റിക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മുടെ ഈ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂളില് അതിലുള്ള സ്പിരിറ്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന മുറി അല്ലെ, അതിന്റെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രം അല്ലെങ്കിൽ അതിനുള്ള ലോക്കൊക്കെ ആർക്കാ കൊടുക്കുന്നത്? അത് നമ്മുടെ കമ്മീഷനിലെ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിനാണ് കേട്ടോ. എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിനാണ് അത് സൂക്ഷിക്കാനൊക്കെ ഉള്ള അധികാരമുള്ളത്. അതായത് ആ ഒരു മുറി പൂട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ലോക്കൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? കമ്മീഷണറുടെ ഓഫീസിനാണ്. ഓക്കെ, എന്നാണ് ഈ റൂൾ എന്ന് പറയുന്നത്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ എന്ന് പറയുന്നത് 1968 ആണ് അല്ലെ. 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ വരുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവിംഗ് എന്ന് പറയും അല്ലെ. പ്രൂവിംഗ് എന്ന് പറയും. എന്താണ് പ്രൂവ് എന്ന് പറഞ്ഞാല്? സ്പിരിറ്റിന്റെ വീര്യം അളക്കാനാണ് അല്ലെ. ആ വീര്യം അളക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൂവ് എന്ന് പറയാം. ഓക്കെ, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ വീര്യം അളക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രൂവിംഗ് എന്ന് പറയും. ആ ഒരു സ്പിരിറ്റിന്റെ വീര്യം അളക്കലാണ് എന്ത്? പ്രൂവ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഹൈഡ്രോമീറ്റർ ആണ് അല്ലെ. ഹൈഡ്രോമീറ്റർ ആണ് സ്പിരിറ്റിന്റെ ഒക്കെ ആ ഒരു കാഠിന്യം അല്ലെങ്കിൽ ഗാഢത അളക്കാൻ ഉപയോഗിക്കുന്നത്. ഏതാണ്? ഹൈഡ്രോമീറ്റർ കേട്ടോ. ഹൈഡ്രോയാണ്, തെറ്റരുതേ. ഹൈഗ്രോ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോമീറ്റർ ആണ് എന്താണ് സ്പിരിറ്റിന്റെ വീര്യമൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൂവിംഗ് എന്ന് പറയാം. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ കോട്ട്പാ നിയമമാണ്. കോട്ട്പാ നിയമപ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയില് തെറ്റായ പ്രസ്താവന ഏതെല്ലാം? ഓക്കെ, ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന നോക്കാം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. തെറ്റായത് അല്ലെ, തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുണ്ടോ? പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല, അങ്ങനെ പറയുന്നുണ്ടോ എവിടെയെങ്കിലും? പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല അല്ലെ. ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അടുത്തത് എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല.
ഓക്കെ, 100 വാര എന്ന് പറയുമ്പോൾ ഇവിടെ 100 യാർഡാണ് അല്ലെങ്കിൽ 100 മീറ്റർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്കകത്ത് വരുന്ന പ്രദേശങ്ങൾ എന്ത് പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അത് ശരിയായിട്ടുള്ളതാണ് അല്ലേ? അത് ശരിയാണ്. അടുത്തത് പുകവലി നിരോധിത മേഖല എന്ന വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളില് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. അപ്പൊ അതും എന്താണ്? ശരിയാണ് അല്ലെ? ചില സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവും പുകയില നിരോധിത മേഖല എന്ന്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കാൻ പാടില്ല എന്ന് കരുതി പൊതുസ്ഥലങ്ങളിൽ പുകയില വിൽക്കാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ വിൽക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കണം. പുക വലിക്കാൻ പാടില്ല, പക്ഷെ അവിടെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കണോണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും പുകവലി നിരോധിത മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാ? ഓക്കെ, ഇതിൽ ഓപ്ഷൻ 4 തെറ്റാണ് കേട്ടോ. കാരണം ഇതെന്താ? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനില്ലേ, വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല അല്ലെ? ഇപ്പൊ പുകവലി നിരോധിത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുക വലിക്കാനാണ് പാടില്ലാത്തത്, അവിടെ വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. പുകവലി നിരോധിത മേഖലയിൽ എന്ത് ചെയ്യാൻ പാടില്ല? പുക വലിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അതായത് കോട്ട്പ ആക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാ നോക്കാം. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ശരിയാണ് അല്ലെ? കോട്ട്പ ആക്ടിൽ പറയുന്നതാണ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? പുകയില ഉൽപ്പന്നത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? പിന്തിരിപ്പിക്കണം. അതുപോലെ തന്നെയാണ് യുവജനങ്ങളെയും എന്ത് ചെയ്യണം? പുകയില ഉപയോഗത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യത്തിൽ വരുന്നതാണ്. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക അല്ലെ? നിരോധിക്കുകയല്ല, നിരുത്സാഹപ്പെടുത്തുക. അപ്പൊ നേരിട്ടും അല്ലാതെയൊക്കെ എന്ത് ചെയ്യുക? പുകയില ഉൽപ്പന്നങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുക. അപ്പം എല്ലതും എന്താണ്? ശരിയായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെ? ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റില് മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം അല്ലെ? ഇംഗ്ലീഷ് ഭാഷയുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിലും എഴുതിയിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല, ഏതെങ്കിലും ഒന്നും കൂടി വേണം. അപ്പൊ അത് നമുക്ക് തെറ്റായിട്ട് എടുക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം എന്ന് മാത്രം പറയുകയാണെങ്കിൽ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ PSCയുടെ ആൻസർ ആയിട്ട് കൊടുത്തത് തെറ്റായിട്ടാണ്. കാരണം ഇംഗ്ലീഷും വേറെ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയും കൂടി വേണം. അടുത്തത് എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റില് രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. ആണോ അല്ലെ? അതായത് അതിൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് നമുക്കറിയാം 85% എന്താണ്? മുന്നറിയിപ്പാണ്. അത് വ്യക്തമായിട്ട് കാണുന്ന രീതിയിലായിരിക്കണം. ഇനി പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റില് രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളവയായിരിക്കണം അല്ലെ? അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തില് മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം അല്ലെ? അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടാണ്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? നമുക്ക് ഓരോന്ന് നോക്കാം. വിമുക്തി മിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2016 നവംബർ 20-നാണ് അല്ലെ? നമ്മുടെ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്നാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ 2016 നവംബർ 20-നാണ്. ഓക്കെ, കറക്റ്റ് ആണ്. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന തല ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് അല്ലെ? സംസ്ഥാനതല ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. ഓക്കെ, അപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പ്രചാരണ പരിപാടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതും എന്താണ്? ശരിയാണ്. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. അതാണോ? അത് തെറ്റാണ് അല്ലെ? അതായത് നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നൊന്നും പറയുന്നില്ല. ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് എന്നാണ് പറയാ. അതായത് ലഹരിമുക്ത കേരളം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ്, അതാണ് അതിന്റെ മോട്ടോ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് അഥവാ ലഹരിമുക്ത കേരളം, അതാണ് എന്താ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത്
ഏതൊക്കെയാ വരുന്നത്? 1, 2, 3 ആണ്. ഓപ്ഷൻ ബി ആണ് വരിക. അപ്പൊ എന്താണ് ഉദ്ഘാടനം ചെയ്തത്? 2016 നവംബർ 20 തിരുവനന്തപുരത്താണ്. ഇതിന്റെ സംസ്ഥാനതല ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. പിന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? ഇതിന്റെ പ്രചാരണമൊക്കെ ഇതിൽ ചെയ്യാവുന്നതാണ്, ഒക്കെ അനുവദനീയമാണ്. പിന്നെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വീണ്ടും വിമുക്തി മിഷൻ ആണ്. വിമുക്തി മിഷന്റെ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. അല്ലെ, ശരിയായിട്ടുള്ളതാണ്. അതിന്റെ അവരുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അത്. എന്താ? സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായിട്ട് മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഉപയോഗം എന്ത് ചെയ്യുക? കുറച്ചു കൊണ്ടുവരിക. ഇനി നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി അത് ഇല്ലായ്മ ചെയ്യല്ലേ. എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് അത് വരുന്നത്, അതിന്റെ ഒക്കെ അത് കണ്ടെത്തിയിട്ട് അതിന്റെ ആ ഒരു ഉറവിടം ഇല്ലായ്മ ചെയ്യുക. അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അല്ലെ, ലഹരി വിമുക്ത കേരളമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ കൊണ്ടുവരാം. അതും എന്താണ്? അതിന്റെ ഒരു ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നതാണ് വിമുക്തി മിഷന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. അത് തെറ്റാണ് അല്ലെ. ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റിയൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്നില്ല, ഈ ഒരു വിമുക്തി മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നില്ല. അപ്പം ബാക്കി പറഞ്ഞ ഈ 3 ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാമാണ് അംഗങ്ങൾ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണോ? അതിന് ഈ ഒരു വിമുക്തി മിഷന്റെ ഒരു ഘടന നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? അതൊന്ന് പഠിക്കാം. കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. വിമുക്തി മിഷൻ നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്ത കാര്യമാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ വിമുക്തി മിഷന്റെ ഘടന എന്ന് പറയുമ്പോൾ അല്ലെ, അവിടെ ഭരണസമിതി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ഭരണസമിതി വേറെയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേറെയാണ്. അപ്പൊ ഭരണസമിതി അഥവാ ഗവേണിംഗ് ബോഡി എന്നാണ് അതിനെ പറയല്ലേ. അപ്പൊ ഭരണസമിതിക്ക് പറയുന്ന പേരെന്താണ്? ഗവേണിംഗ് ബോഡി. ഇനി ഈ ഭരണസമിതിയുടെ ചെയർമാൻ ആണ് ആര്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ ഭരണസമിതിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതിന്റെ വൈസ് ചെയർമാൻ ചോദിച്ചാലാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി വരിക. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ആളില് നമ്മുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഭരണസമിതിയിലെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി. കൺവീനർ ആരാണ്? അത് നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരിക്കും. അപ്പൊ കൺവീനർ എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറി. ഇതാണ് ആ ഭരണസമിതി എന്ന് പറയുന്നത്. അപ്പൊ ചെയർമാന് മുഖ്യമന്ത്രി ഉണ്ട്, വൈസ് ചെയർമാൻ ആയിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. പിന്നെ കൺവീനർ ആരാണ്? ഗവൺമെന്റ് സെക്രട്ടറിയാണ്. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സംസ്ഥാന തലം വരുന്നുണ്ട്, ജില്ലാ തലം വരുന്നുണ്ട്, പിന്നെ തദ്ദേശ സ്വയംഭരണ തലം വരുന്നുണ്ട്, അങ്ങനെ പഞ്ചായത്ത് തലം, ആ രീതിയിലേക്കാണ് പോകുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസ്ഥാന തലം എടുത്താൽ അതിന്റെ ചെയർമാൻ ആരാ ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരും. നിങ്ങൾ സംസ്ഥാന തലത്തിൽ ചെയർമാൻ എന്ന് കേൾക്കുമ്പോൾ ആരെ കൊടുക്കും? മുഖ്യമന്ത്രിനെ കൊടുക്കും അല്ലെ. പക്ഷെ ശ്രദ്ധിക്കണം, ഇതെന്താണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. മറ്റേതെന്താണ്? ഭരണസമിതിയാണ് അല്ലെ. അപ്പൊ ഭരണസമിതിയിലാണ് ആര്? മുഖ്യമന്ത്രി വരുന്നത്. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സംസ്ഥാന തലത്തിൽ ചെയർമാൻ എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ്. ഓക്കെ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറിയും. കൺവീനർ ആരാണെന്ന് ചോദിച്ചാൽ എക്സൈസ് കമ്മീഷണർ ആണ്. ഓക്കെ, ആരാണ് കൺവീനർ എന്ന് പറയുന്നത്? എക്സൈസ് കമ്മീഷണർ ആണ്. ഇനി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആരാന്ന് ചോദിച്ചാൽ അത് സിഇഒ ആണ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഈ ഒരു വിമുക്തി മിഷന്റെ സിഇഒ ആയിരിക്കും ആര്? സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സംസ്ഥാന തലത്തിൽ ഇവർ രണ്ടാളും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർമാനും പിന്നെ കൺവീനറും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ചെയർമാൻ ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും. കൺവീനർ ആണ് എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആരാണ്? സിഇഒ ആയിരിക്കും വിമുക്തി മിഷന്റെ. ഇനി സംസ്ഥാന തലം കഴിഞ്ഞാൽ ജില്ലാ തലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ജില്ലയിൽ ആരാണ് അതിന്റെ ചെയർമാൻ ആയിട്ട് വരിക? ജില്ലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും അല്ലെ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ചെയർമാൻ ആയിട്ട് വരിക. ഓക്കെ, വൈസ് ചെയർമാന്റെ സ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മേയർ ആയിരിക്കും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലോ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും. അവരായിരിക്കും ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയാം.
അപ്പൊ ജില്ലാ തലത്തില് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മേയറോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും. ഇനി കൺവീനർ എന്ന് പറയുന്നത് ആരായിരിക്കും? അത് ജില്ലാ കളക്ടറാണ്. അപ്പൊ കൺവീനർ ആരാണ്? ജില്ലാ കളക്ടറാണ്. ജോയിന്റ് കൺവീനർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആണ്. ഓക്കെ, ഇവിടെ കൺവീനർ ജില്ലാ തലത്തിൽ കൺവീനർ ആരാണ്? ജില്ലാ കളക്ടറാണ്. ജോയിന്റ് കൺവീനർ ആണെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആണ് വരിക. പിന്നെ ജില്ലാ കോർഡിനേറ്റർ ആണെങ്കിൽ നമ്മുടെ വിമുക്തി മിഷന്റെ ജില്ലാ മിഷൻ ഓഫീസർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ, വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവർ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാതലമാണ് അല്ലെ, ശ്രദ്ധിക്കണം, ജില്ലാതല എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആര് വരുന്നുണ്ട്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉണ്ട്, അതിൽ അംഗമാണ്. പിന്നെ വിമുക്തി മാനേജർ അല്ലെ, ഈ ഒരു വാക്ക് എവിടെയും കേട്ടിട്ടില്ല, മാനേജർ. അപ്പൊ ഇതില്ല. അപ്പൊ ബാക്കി 1, 2, 3 ആണ് ശരി. ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ ഇതില് അപ്പൊ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ സെക്ഷൻ ശ്രദ്ധിക്കണം, കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 43-ഉം സെക്ഷൻ 66-ലും എന്ത് പറയുന്നുണ്ട്? കമ്പ്യൂട്ടർ വൈറസിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. കമ്പ്യൂട്ടർ സെക്ഷൻ 43 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഈ കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ കേടുപാടുകൾ വരുത്തുക അല്ലെ, ഡാമേജ് വരുത്തുന്നത്. അതിൽ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? വൈറസ് അറ്റാക്കും വരുന്നുണ്ട് അല്ലെ. അപ്പൊ വൈറസ് അറ്റാക്കിലൂടെ നമ്മുടെ സിസ്റ്റം ഒക്കെ കേട് വരുത്തുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആ സെക്ഷൻ 43-ലും വൈറസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വകുപ്പ് 66 അല്ലെ. 66 എന്ന് പറയുമ്പോൾ എന്താ? ഹാക്കിംഗ് ആണ് അല്ലെ. അതായത് ഒഫൻസ് ആണ് അല്ലെ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് അഥവാ ഹാക്കിങ്ങിനെ പറ്റി പറയുന്നതാണ്. ഇവിടെ ഹാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അല്ലെ, അവരെന്താണ് വൈറസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 2 സെക്ഷനിലും എന്തിനെ പറ്റി പറയുന്നുണ്ട്? വൈറസിനെ പറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 43 ആണെങ്കിലും സെക്ഷൻ 66 ആണെങ്കിലും. അപ്പൊ രണ്ടും എയും ബിയും ശരിയാണ്. ഇനി അടുത്തത് വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്? കുട്ടി എന്ന് പറയുമ്പോൾ ഏതാണ് പ്രായം? 18 വയസ്സിന് താഴെയാണ് അല്ലെ. നമ്മൾ പ്രായപൂർത്തിയായവർ എന്നുള്ള രീതിയിലാണ് എടുക്കുക. കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? 18 വയസ്സിന് താഴെയുള്ളവരൊക്കെ നമ്മൾ കുട്ടിയുടെ ഒരു കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ കുട്ടി എന്ന് പറയുമ്പോൾ ഏതാണ് പ്രായം? 18 വയസ്സിന് താഴെയാണ്. PIT ആക്ടിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, സെക്ഷൻ 67A-യും 67B-യും ആണ് ഈ ഒരു പോണോഗ്രഫി അല്ലെങ്കിൽ അശ്ലീലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുക അല്ലെ, നമ്മുടെ ഈ ഒരു മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ പറയുന്നത് ഏതാണ്? സെക്ഷൻ 67A-യില്. 67A-യിലാണ് പോണോഗ്രഫിയെ പറ്റി പറയുന്നത്. 67B-യിലാണെങ്കിൽ എന്താണ്? ചൈൽഡ് പോണോഗ്രഫിയാണ് അല്ലെ. അപ്പൊ ബി എന്ന് പറയുമ്പോൾ ബേബി എന്ന് ആലോചിച്ചാൽ മതി. ബി എന്ന് പറയുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഇപ്പോൾ സൈറ്റിൽ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിട്ട് ഇടുക അല്ലെ, അതൊക്കെ എന്താണ്? നിയമവിരുദ്ധമാണ്. അപ്പൊ അതൊക്കെ എന്താണ്? IT ആക്ട് പ്രകാരം കുറ്റകൃത്യമാണ്. അപ്പൊ 67B-യിലാണ് ചൈൽഡ് പോണോഗ്രഫി. 67A ആണെങ്കിൽ എല്ലാ പോണോഗ്രഫി അതിലാണ് വരിക. ഇനി ഇങ്ങനെ പോണോഗ്രഫി ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ചോദിച്ചാൽ 5 വർഷവും 10 ലക്ഷം രൂപ പിഴയുമാണ് കേട്ടോ. രണ്ടും 67A ആണെങ്കിലും 67B ആണെങ്കിലും ശിക്ഷ എന്താണ്? 5 വർഷം തടവും വരും, 10 ലക്ഷം രൂപ പിഴയും വരും. ഇനി ആ ശിക്ഷ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ട് പിന്നീടും അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ 5 ഉള്ളത് എത്രയാകും? 7 ആകും. ഓക്കെ, 5 വർഷം ഉള്ളത് പിന്നീട് 7 വർഷം ആകും. 10 ലക്ഷം വീണ്ടും 10 ലക്ഷം തന്നെയാകും. ഓക്കെ, അപ്പൊ നോർമലായിട്ട് പറയുമ്പോൾ എത്രയാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ? 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഏതാണ്? സെക്ഷൻ 55D-യിലാണ് അല്ലെ. സെക്ഷൻ 55D എന്താണ്? ഗൂഢാലോചനയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതും എന്താണ്? കുറ്റകരമാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കണം, 55D-യിലാണ് ഗൂഢാലോചനയെ പറ്റി പറയുന്നത്. അത് എന്താണ്? കുറ്റകരമായിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ് 55B-യും C-യും G-യും വളരെ പ്രധാനപ്പെട്ടതാണ്. 55B പറയുന്നത് എന്താണ്? മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ സ്പിരിറ്റ് നിർമ്മിക്കുക, അതുമായി ബന്ധപ്പെട്ട് അതിന് വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയുന്ന ശിക്ഷയാണ് ഏത്? 55B എന്ന് പറയും അല്ലെ. മനുഷ്യ ഉപഭോഗം അല്ലെ, മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ അല്ലെ, അത് മനുഷ്യന് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ഒരു നമ്മൾ പറഞ്ഞ പോലെ വിഷമദ്യ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് ശ്രമിക്കുന്നത് എന്താണ്? കുറ്റകൃത്യമാണ്. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? 55B ആണ്. 55C ആണെങ്കിലോ? 55C ആണെങ്കിൽ
ഈ മദ്യത്തിന്റെ കുപ്പിയിലുള്ള ലേബല് അതൊക്കെ വ്യാജമായിട്ട് നിർമ്മിക്കുക. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് 55C എന്ന് പറയുന്നത്. ഓക്കെ, അതിലുള്ള ലേബലൊക്കെ എന്ത് ചെയ്യുക, വ്യാജമായിട്ട് നിർമ്മിക്കുന്നതാണ് 55C പറയും അല്ലെ. അതിനെ പറ്റിയിട്ട് അതിന്റെ ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്, 55C. അതുപോലെ തന്നെ 55G വളരെ പ്രധാനപ്പെട്ടതാണ്. 55G എന്ന് പറഞ്ഞാൽ എന്താ, വ്യാജ അല്ലെ. G എന്ന് പറഞ്ഞാൽ വ്യാജ. അപ്പൊ വ്യാജ രേഖകളൊക്കെ നിർമ്മിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മദ്യമൊക്കെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലൈസൻസോ പെർമിറ്റോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, വ്യാജമായിട്ട് നിർമ്മിച്ചെടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, കുറ്റകരമാണ് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 55G ആണ്. അപ്പൊ ഗൂഢാലോചന ഏതാണ്, 55D ആണ് അല്ലെ. ഗൂഢാലോചന ചെയ്യുന്നത് 55D ആണ്. അതെന്താണ്, കുറ്റകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്, അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കാം അല്ലെ. നമ്മൾ ഒരുപാട് തവണ കണ്ട ക്വസ്റ്റ്യൻ ആണ്. എത്ര വയസ്സാണ്, 23 വയസ്സാണ്. ഇനി അടുത്തത്, പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നത് അല്ലെ? സെക്ഷൻ 4 അല്ലെ. സെക്ഷൻ 4 പ്രകാരമാണ്. ഇപ്പൊ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 4 അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 ആള് കൂടുന്നിടത്ത് പുകവലിക്കാൻ പാടില്ല, അങ്ങനെ ഓർത്ത് വെക്കുക. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച് കോട്ട്പ ആക്ടിലെ വകുപ്പ് ചോദിച്ചാല് സെക്ഷൻ 4 ആണ്. ഇനി അടുത്തത്, സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവില് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാല് കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? എത്ര രൂപയാണ് പിഴ ഈടാക്കുക? 200 രൂപയാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പരിസരത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് ആ ഒരു ചുറ്റളവിനുള്ളിൽ എന്ത് പാടില്ല, പുകയില ഉൽപ്പന്നങ്ങളൊന്നും വിൽപ്പന നടത്താൻ പാടില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ 200 രൂപ എന്താക്കും, പിഴ ഈടാക്കുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നത്തിന് എന്തും പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എത്ര ശതമാനം ഭാഗത്താണ് അതിന്റെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്? 85% ഭാഗത്ത് അല്ലെ. ഓക്കെ, 85% ഭാഗത്താണ്. അതിൽ 65% ചിത്രരൂപത്തിലും 25% എന്താണ്, എഴുതുന്ന രീതിയിലായിരിക്കണം മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന്, താഴെ പറയുന്നതില് എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ഏത് ഉദ്യോഗസ്ഥർക്കാണ് കള്ളുഷാപ്പിലൊക്കെ പോയിട്ട് പരിശോധന നടത്താൻ പറ്റുന്നത് എന്ന് ചോദിച്ചാല് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറിന് മുകളിലാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, സിവിൽ എക്സൈസ് അല്ല, എക്സൈസ് പ്രിവന്റീവ് ഓഫീസറിനാണ് അല്ലെ. സിവിൽ എക്സൈസിന് ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്ന ആളാരാണ്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹത്തിന് മുകളിലുള്ള ഓഫീസർമാർക്ക് എന്ത് പറ്റുള്ളൂ? കള്ളുഷാപ്പിലൊക്കെ പോയിട്ട് പരിശോധന നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഏതാണ്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അതിന് മുകളിലുള്ള ആൾക്കാർക്കായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യന്, NTPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഇപ്പൊ NTPS ആക്ടില് ഏത് വകുപ്പ് പ്രകാരം അല്ലെ. NTPS എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നർക്കോട്ടിക് ഡ്രഗ്സ് ആണ് അല്ലെ. ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ്. ആ ഒരു നിയമത്തില് ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ കൊടുക്കുന്നത്? അത് സെക്ഷൻ 33A ആണ്. ഓർത്ത് വെക്കുക, സെക്ഷൻ 33A പ്രകാരം അല്ലെ. ഏതാണ്? 31A പ്രകാരമാണ് എന്ത് കൊടുക്കുന്നത്? വധശിക്ഷ കൊടുക്കുന്നത്. ഇനി സെക്ഷൻ 31 മാത്രമാണെങ്കിൽ എന്താണ്? അത് കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയാണ്. NTPS ആക്ടിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടില്ലേ, ആ ഒരു കുറ്റം വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 31 പ്രകാരം എന്താണ്? അതിന്റെ ശിക്ഷയായിരിക്കും. ഓക്കെ, അപ്പൊ സെക്ഷൻ 31 എന്താണ്? കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ അല്ലെങ്കിൽ ആവർത്തിച്ചാലുള്ള ശിക്ഷയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 31. 31A ആണെങ്കിലോ അത് വധശിക്ഷ നൽകുന്നത് അല്ലെ. വധശിക്ഷ ഏതിനാണ് കൊടുക്കുന്നത്? സെക്ഷൻ 31A പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യന്, സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാന് താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഡീനാച്ചുറഡ് സ്പിരിറ്റ് ആക്കി മാറ്റും. അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സ്പിരിറ്റിനെ മാറ്റും അല്ലെ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെ രാസവസ്തുക്കളാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ക്രൂഡ് പിരിഡിൻ അല്ലെ, പിരിഡിൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓർത്തിരിക്കണം ഏതൊക്കെയാണ്? വുഡ് നാഫ്തയും അതിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുക അല്ലെങ്കിൽ ഡീനാച്ചുറഡ് സ്പിരിറ്റ് ആക്കി മാറ്റുക. അതിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാ? വുഡ് നാഫ്തയുണ്ട്, അതുപോലെ തന്നെ ബെൻസീൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പിരിഡിൻ അല്ലെ, ക്രൂഡ് പിരിഡിൻ വരുന്നുണ്ട്, വുഡ് നാഫ്ത വരുന്നുണ്ട്, ബെൻസീൻ വരുന്നുണ്ട്. ഇനി അടുത്തത്, ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം അല്ലെ, ഏതൊക്കെ നിറത്തിലാണെന്ന് നോക്കണം.
അപ്പൊ ഏതാണ് മൊളാസസിലെ ഏതാ നിറം എന്ന് ചോദിച്ചാൽ ഏതാ നീല നിറമാണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റിലറികളിൽ എന്ത് ചെയ്യുക, ഈ മദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലുപയോഗിക്കുന്ന മൊളാസിസിൽ ഏത് നിറമാണ് ആ ഒരു പൈപ്പിന്റെ നിറം എന്ന് ചോദിച്ചാൽ ഏതാണ്, നീല നിറമായിരിക്കും. ഇനി സ്പിരിറ്റ് ആണെങ്കിൽ അത് ചുവപ്പ് നിറമായിരിക്കും കേട്ടോ. സ്പിരിറ്റ് ആണെങ്കിൽ ചുവപ്പില്, സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുവപ്പ് നിറമാണ്. വാഷ് ആണെങ്കിലോ പച്ചയാണ്. ഓക്കെ, വാഷ് ആണെങ്കിൽ പച്ച കളറായിരിക്കും ആ പൈപ്പിന്റെ നിറം എന്ന് പറയുന്നത്. എന്നാൽ സ്പെൻഡ് വാഷ് ആണെങ്കിൽ മഞ്ഞ കളറായിരിക്കും കേട്ടോ. അപ്പൊ സ്പെൻഡ് വാഷ് ആണെങ്കിൽ എന്ത് കളറാണ്, മഞ്ഞ കളറായിരിക്കും. അപ്പൊ നീലയാണെങ്കിൽ എന്താണ്, അല്ലെ മൊളാസിസിലാണെങ്കിൽ നീല കളറായിരിക്കും, സ്പിരിറ്റിന് ചുവപ്പ് കളറായിരിക്കും ആ പൈപ്പിന്റെ കളർ എന്ന് പറയുന്നത്. വാഷിനാണെങ്കിൽ പച്ച, അല്ലെ വാഷിന് പച്ച. സ്പെൻഡ് വാഷ് ആണെങ്കിൽ പച്ച മാറി മഞ്ഞയാവും. ഓക്കെ, അപ്പൊ സ്പെൻഡ് വാഷ് ആണെങ്കിൽ എന്താണ്, മഞ്ഞ കളറായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പനയ്ക്ക് അനുവദിച്ചിട്ടുള്ള വിവിധ ലൈസൻസുകളെ കുറിച്ചിട്ടാണ് അതിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫോറിൻ ലിക്കറിന് കൊടുക്കുന്ന ലൈസൻസുകളാണ് FL1 അല്ലെ. FL1 ലൈസൻസ് ആർക്കൊക്കെ കൊടുക്കുക അല്ലെ, നമ്മളിവിടെ കാണുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾക്കൊക്കെ കൊടുക്കുന്നത് ഏതാണ്, FL1 ലൈസൻസ് ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈകോലൊക്കെ കൊടുക്കുന്നത് ഏതാണ്, FL1 ലൈസൻസാ. അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ ഇതിനൊക്കെ കൊടുക്കുന്നത് ഏതാണ്, FL1 ലൈസൻസാ കൊടുക്കുക അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്, നമുക്ക് കുപ്പി വാങ്ങി കഴിഞ്ഞിട്ട് അവിടുന്ന് പൊട്ടിക്കാൻ പറ്റില്ല, അതായത് സീൽ ചെയ്തിട്ടുള്ള കുപ്പികളായിരിക്കും കൊടുക്കുക. അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മദ്യം അവിടെ ഇരുന്നിട്ട് ഉപയോഗിക്കാനും പറ്റില്ല അല്ലെ, വാങ്ങുക പോവുക, അല്ലാതെ അവിടെ ഇരുന്നിട്ട് വെള്ളടിച്ചിരിക്കാനുള്ള പരിപാടിയൊന്നും പറ്റൂല. അപ്പൊ സീൽ ചെയ്ത കുപ്പികളായിരിക്കും ഇവിടെ കൊടുക്കുക. എവിടെയൊക്കെ, കേരള സ്റ്റേറ്റ് ബിവറേജസിലാണെങ്കിലും സിവിൽ സപ്ലൈസിലാണെങ്കിലും കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനിലൊക്കെ. ഏതാണ് ലൈസൻസ്, FL1 ലൈസൻസ് ആയിരിക്കും അല്ലെ. ആ ഒരു സ്ഥാപനമൊക്കെ പോകുന്നത് ഏത് ലൈസൻസിലാണ്, FL1 ലൈസൻസ് ആണ്. ഇനി FL3 ആണെങ്കിലോ, FL3 ആണെങ്കിലോ അല്ലെ, നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ്, ഇപ്പൊ മദ്യം കൊടുക്കുന്ന ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന ലൈസൻസ് ആണ് FL3 എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ 3 എന്താണ്, ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിലൊക്കെ വരുന്നത്. ഇനി ക്ലബ്ബ് ലൈസൻസ് ഉണ്ട് അല്ലെ, ചില ക്ലബ്ബുകളിലും ഈ ഒരു എന്ത് പറയുന്നുണ്ട്, ബിയറൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ FL4A എന്ത് കൊടുക്കുന്നത്, ക്ലബിനുള്ള ലൈസൻസ് അല്ലെ, ക്ലബ്ബ് ലൈസൻസ് ആയിട്ട് കൊടുക്കാം. ഏതാണ്, FL4A. FL7 ചോദിച്ചാൽ അത് നമ്മുടെ എയർപോർട്ടിലൊക്കെ അല്ലെ, എയർപോർട്ടിൽ ട്രാൻസിറ്റ് ലോഞ്ച് ലൈസൻസ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മദ്യമൊക്കെ കൊടുക്കുന്നത് ഏത് ലൈസൻസിന്റെ പുറത്താണോ, FL7 ആണ് അല്ലെ. അവർക്ക് കിട്ടുന്ന ലൈസൻസ് ഏതാണ്, FL7 ആണ്. FL4A ക്ലബ് ലൈസൻസ് ആണ്. FL3 ആണെങ്കിൽ ഹോട്ടൽ റെസ്റ്റോറന്റ്. ഇനി FL9 ആണെങ്കിലോ, വളരെ പ്രധാനപ്പെട്ടതാണ് FL9. നമ്മുടെ മെയിൻ സ്ഥലം, നമ്മുടെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്ന പോലെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ആണ് അല്ലെ, അതിന്റെ മെയിൻ സ്റ്റോർ ആണ്. അവിടെ നിന്നാണ് ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെ, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എന്ത് പോകുന്നത്, മദ്യം പോകുന്നത്. ഇതാണ് നമ്മുടെ വിദേശ മദ്യത്തിന്റെ സ്റ്റോറേജ് പ്ലേസ് എന്നൊക്കെ പറയുന്നത്. FL9 ലൈസൻസ് ഉള്ള നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ആണ്. അതിന്റെ മെയിൻ സ്റ്റോർ അല്ലെ, വെയർ ഹൗസ് ആണ് അവിടെ വരുന്നത്. അവിടെ നിന്നാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ മദ്യം പോകുന്നത്, നമ്മുടെ ഔട്ട്ലെറ്റുകൾക്കൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഹോട്ടലാണെങ്കിലും റെസ്റ്റോറന്റ് ആണെങ്കിലും ക്ലബ്ബ് ലൈസൻസിലേക്കൊക്കെ ഉള്ള വിദേശ മദ്യം പോകുന്നത് എവിടെ നിന്നാണ്, ഈ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ മെയിൻ സ്ഥലത്താണെന്നാണ്. ഇനി FL11 ലൈസൻസ് ആർക്കാ കൊടുക്കുന്നത്, നമ്മുടെ ബിയർ വൈൻ പാർലറുകൾക്കാണ് അല്ലെ. ബിയറും വൈനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബിയർ വൈൻ പാർലറുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ആണ് FL11 അല്ലെ, 11 ആണ്. FL13 ആണെങ്കിലോ പബ് ബിയർ പാർലറുകളാണ് അല്ലെ. പബ് ബിയർ പാർലറുകൾ കൊടുക്കുന്നത് FL13 ആണ്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ FL4A ക്ലബ് ലൈസൻസ് ആണ്. 6 ഇത് വേണ്ട, ഇത് നോക്കാം. FL4A അല്ലെ, ക്ലബ് ലൈസൻസ് ആണ്, കറക്റ്റ് ആണ്. FL6 സ്പെഷ്യൽ ലൈസൻസ്. FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. FL9 എന്താണ്, വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്. FL11 ബിയർ വൈൻ പാർലറുകൾ അല്ലെ, ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് FL6 ആണ്. FL6 കൊടുക്കുന്നത് എന്തിനാണ്, സ്പെഷ്യൽ ലൈസൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അല്ലേ, FL4 എന്താണ്, 4A എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ലൈസൻസ് ആണ്. പിന്നെ FL9 ആണെങ്കിലോ വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ് ആണ് അല്ലെ. അവിടെ നിന്നാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് അല്ലെ, ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ മൊത്ത വിൽപ്പന ലൈസൻസ് ആർക്കാണ്, FL9 ആണ്. FL11 എന്താണ്, ബിയർ വൈൻ പാർലറുകളാണ്. ഇനി FL6 എന്ന് പറഞ്ഞാൽ എന്താ, സ്പെഷ്യൽ ലൈസൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് FL6 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കേരളത്തില് വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിനുള്ള സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള കുറഞ്ഞ പരിധി എത്രയാണ്? എത്ര മീറ്റർ വരണം? 200 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 200 മീറ്റർ ചുറ്റളവിലൊന്നും എന്ത് പാടില്ല? മദ്യശാലകളിലെ ഇതുപോലെ സ്കൂള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ SC ST കോളനികളോ പിന്നെ നമ്മുടെ പള്ളി, അമ്പലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും എന്ത് പാടില്ല? 200 മീറ്ററിനുള്ളിൽ മദ്യശാലകളൊന്നും പാടില്ല. ഓക്കെ, എത്ര മീറ്റർ ആണ്? 200 മീറ്റർ ആണ്. ഇനി താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തില് മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം അല്ലെ, നമ്മുടെ ഡ്രൈ ഡേ അല്ലാത്തതെന്ന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒക്ടോബർ 2 എന്താണ്? ഡ്രൈ ഡേ ആണ് അല്ലെ. ജനുവരി 30 ഡ്രൈ ഡേ ആണ്. ജൂൺ 26 അന്നും ഡ്രൈ ഡേ ആണ് അല്ലെ, ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പൊ ഓഗസ്റ്റ് 15 അല്ലെ, ഓഗസ്റ്റ് 15നെ പറ്റിയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഓഗസ്റ്റ് 15. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? അല്ലെ, മദ്യനിരോധനത്തെ പറ്റിയൊക്കെ പറയുന്ന സെക്ഷൻ ഏതാ? ആർട്ടിക്കിൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 47 എന്തിനെ പറ്റി പറയുന്നത്? മദ്യനിരോധനത്തിനൊക്കെ പറ്റി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലഹരി വിരുദ്ധ കാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ അല്ലെ, ഓർത്തു വെക്കുക, ഗവേണിംഗ് ബോഡി അതായത് ഭരണസമിതിയാണ്. അതിൽ ചെയർമാൻ ആരാ? അതിൽ ചെയർമാന് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യന്, കേരളത്തില് മദ്യ ഉപഭോഗം അല്ലെ എത്രയാണ്? 23 വയസ്സാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും, ഇത്രയേറെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? അല്ലെ, സൈബർ ടെററിസത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാ? ടെററിസം അല്ലെ, 66F ആണ് സൈബർ ടെററിസത്തെ പറ്റി പറയുന്നത്. എന്താണ് പരമാവധി ശിക്ഷ? എന്താ? ജീവപര്യന്താണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 66F പ്രകാരം സൈബർ ടെററിസത്തിനുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? ജീവപര്യന്തം വരെ തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ഇനി അടുത്തത്, IT ആക്ട് 2000 സെക്ഷൻ 77 അല്ലെ, 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതാണ്. ഏത് വർഷം വരെയുള്ളതാണ്? ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, 3 വർഷമാണ്. അപ്പൊ സെക്ഷൻ 77B പറയുന്നത് തന്നെ എന്താണ്? 3 വർഷം തടവ് ശിക്ഷയിൽ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങളൊക്കെ എന്തായിരിക്കും? ജാമ്യം ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിൽ 3 വർഷം എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഡി, മുകളിൽ പറഞ്ഞവയൊന്നും അല്ല അല്ലെ. എത്രയാണ് വരേണ്ടത്? 3 വർഷമാണ് വരേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാന ക്വസ്റ്റ്യൻസ്. നമ്മുടെ 2022, 2023 എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ എടുത്ത് പഠിക്കുക, സെക്ഷനൊക്കെ മാറാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.